ജനുവരി 7 ഞായറാഴ്ച. കർത്താവിൻ്റെ മഹത്വീകരണം. മത്തായി 2:1 മുതൽ 12 വരെ വാക്യങ്ങൾ. ഇന്ന് നമ്മുടെ സഭാ കലണ്ടറിലെ ഒരു അത്ഭുതകരമായ തിരുനാളാണ് കർത്താവിൻ്റെ എപ്പിഫനി. എപ്പിഫനി എന്നത് പെട്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ വ്യക്തതയുടെ നിമിഷം ആയിരിക്കാം. സ്വാഭാവികമായും ഇന്ന് ആഘോഷിക്കുന്ന തിരുനാൾ യഹൂദന്മാരുടെയും ലോകത്തിൻ്റെയും പ്രകാശമായി യേശു ഭൂമിയിൽ തന്നെ വെളിപ്പെടുത്തുന്ന സംഭവമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനെ സന്ദർശിക്കുന്ന 3 ജ്ഞാനികളെക്കുറിച്ച് അല്ലെങ്കിൽ രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മിക്കവാറും സൊറോസ്ട്രിയനിസത്തിൻ്റെ പുരോഹിത ജാതിയിലെ 3 അംഗങ്ങളായിരിക്കണം ഇവർ. അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ശ്രദ്ധേയരായവരാണ് ഇവർ. പാശ്ചാത്യ ക്രിസ്ത്യൻ സഭ ഇവർക്ക് മെൽക്കിയോർ ബാബിലോണിയനിലെ പണ്ഡിതനായിരുന്നു, കാസ്പർ പേർഷ്യയിലെ പണ്ഡിതൻ, ബാൽത്തസാർ അറബ് പണ്ഡിതൻ എന്നീ പേരുകൾ നൽകിയിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ ഒരു രാജാവിന് നൽകുന്ന സമ്മാനങ്ങളായിരുന്നു. വിലയേറിയ സ്വർണം, സുഗന്ധദ്രവ്യമായ കുന്തുരുക്കം, അഭിഷേക തൈലമായ മോർ. അവർ ആരാധിക്കാൻ വന്ന കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റിയുടെ വെളിച്ചത്തിൽ ഈ സമ്മാനങ്ങൾക്ക് പ്രതീകാത്മക പ്രാധാന്യമുണ്ട്. സ്വർണം ഭൂമിയിലെ രാജത്വത്തിൻ്റെ പ്രതീകമാണ്. കുന്തുരുക്കം ഉപയോഗിക്കുന്നത് ദൈവിക അല്ലെങ്കിൽ ദേവന്മാരുടെ പ്രതീകമാണ്. മോർ അത് എംബ്രാമിങ്ങിന് ഉപയോഗിക്കുന്നത് മരണത്തിൻ്റെ പ്രതീകമാണ്. അവരുടെ സാന്നിധ്യം ജെറൂസലേമിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചെന്ന് പറയാം. യഹൂദന്മാരുടെ നവജാത രാജാവ് എവിടെയെന്ന് അവർ ചോദിച്ചുകൊണ്ടിരുന്നു. ഹെറോദസ് രാജാവും ജെറൂസലം മുഴുവനും അവരുടെ ചോദ്യം കേട്ട് അസ്വസ്ഥരായെന്ന് നാം വായിക്കുന്നു. ഹെറോദസ് ഉടനെ തൻ്റെ ഉപദേശകരെ വിളിച്ചുകൂട്ടി ഈ യേശു എവിടെയാണ് ജനിക്കാൻ സാധ്യതയുള്ളത് എന്ന് അവരോട് ചോദിച്ചു. തിരുവെഴുത്തുകളെ പ്രവചനങ്ങളനുസരിച്ച് ക്രിസ്തു യഹൂദാദേശത്ത് ജനിക്കുമെന്ന് അവർ ഹെറോദസിനെ അറിയിച്ചു. പിന്നീട് ഹെറോദസ് ആ ജ്ഞാനികളെ അകത്തേക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ അന്വേഷിക്കാൻ പറഞ്ഞു. അവനെ കണ്ടെത്തുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ച് വിവരം അറിയിക്കണം. കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ താനും ആഗ്രഹിക്കുന്നുവെന്ന് ഹെറോദസ് അവരോട് പറഞ്ഞു. ബാക്കി കഥ നമുക്കറിയാം. ഉദയത്തിൽ കണ്ട മിന്നുന്ന നക്ഷത്രത്തെ ഈ മേജായി പിന്തുടർന്നു. ഒടുവിൽ നക്ഷത്രം അവരെ ഉണ്ണീശോ ജനിച്ച സ്ഥലത്തേക്ക് നയിക്കുന്നു. മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട പുൽത്തൊട്ടിയിൽ ഈ വിശുദ്ധ ശിശുവിനെ കണ്ടപ്പോൾ രാജാക്കന്മാർ എത്രമാത്രം അമ്പരന്നിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ അസാധാരണവും എളിമയുള്ളതുമായ ഈ സാഹചര്യങ്ങൾക്കിടയിലും ആ ജ്ഞാനികൾ തൽക്ഷണം ആ ശിശുവിലെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഇടയിലുള്ള ഈ ശിശുവായ രാജാവിനെ അന്വേഷിക്കാം. യേശു നമ്മോടൊപ്പമുണ്ട്. എന്നാൽ നമുക്ക് തുറന്ന ഹൃദയങ്ങളും മനസ്സുകളും കണ്ണുകളും ഉണ്ടായിരിക്കണം അവനെ ദർശിക്കാൻ. അവനെ കണ്ടെത്തുന്നവരെ നാം അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.